ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ട്രൗസർ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ എൻ്റെ മുന്നേ ഒരു പഴയ ട്രൗസറാണ്. ഇത് നല്ല രീതിയിൽ ഉപയോഗിച്ച് തേഞ്ഞ് പോയതാണ്. ഇത് നമ്മൾ ഇപ്പോൾ അങ്ങനെ യൂസ് ആക്കാത്തൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാനൊരു ക്രാഫ്റ്റ് ക്രാഫ്റ്റ് അല്ല കേട്ടോ, ഒരു DIY ആണ്. നമുക്കൊക്കെ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമായിരിക്കും. നമ്മുടെ ഹെയർ ക്ലിപ്പ് ഒരു ഹെയർ ക്ലിപ്പ് ഉണ്ടായിരുന്നു, ആ ഒരു ഹെയർ ക്ലിപ്പിലേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഫ്ലവറാണ് മേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. അങ്ങനെ നമ്മളൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹെയർ ക്ലിപ്പാണ് ഈ ഒരു ട്രൗസർ വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ അതിന് നമുക്ക് ഈ ഒരു സംഭവം മുഴുവനായിട്ട് നമുക്ക് ആവശ്യമില്ല. നമ്മൾ ഇതിൽ നിന്നും ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ട്രൗസറിൻ്റെ താഴത്തെ ഈ ഒരു ഭാഗമാണ് നമ്മൾ ഇത്രയും ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ അരിക വശങ്ങൾ, അതേപോലെ തന്നെ ആ ഒരു നൂല് സ്റ്റിച്ച് വരുന്ന ഭാഗങ്ങളൊക്കെ ഇല്ല, ആ ഒരു ഭാഗങ്ങളൊക്കെ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഈ ഒരു ഭാഗങ്ങളും നമുക്ക് ആവശ്യമില്ല. ഇത്രയും ഒരു ഭാഗം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അതായത് ഇതിൽ നിന്ന് നമുക്ക് 5 പെറ്റൽസാണ് വേണ്ടത്, 5 or 6 പെറ്റൽസാണ് വേണ്ടത്. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്രയും ആവശ്യമുള്ളൂ. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഇതിൻ്റെ അരിക വശങ്ങളൊക്കെ നല്ല രീതിയിൽ കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ലെവൽ ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഇങ്ങനെ ഇതേപോലെ 4ആയിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുക കേട്ടോ. ഈ ഒരു രീതിയിൽ ഇങ്ങനെ മടക്കി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ കൂടെ നമ്മളൊരു റാ ഷേപ്പിൽ ഇതേപോലെ വരച്ചെടുക്കാൻ കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ റാ എന്ന് എഴുതുമ്പോൾ ഒന്ന് വരച്ചെടുക്കുക. എന്നിട്ട് അത് ആ ഒരു രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതിന് മടക്കും കാര്യങ്ങളൊന്നും ചെയ്ത് കളഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ല. ഈ ഒരു രീതിയിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മളിങ്ങനെ ഇത്രയും പീസുകൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് 6 പീസിനെക്കാട്ടും കൂടുതലൊക്കെ ഉണ്ട്, പക്ഷേ നമുക്ക് 6 മാത്രമേ ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ ചിലർക്ക് വലിയ ഫ്ലവേഴ്സ് വേണമെന്നുള്ളവർക്ക് 6 കൂടുതൽ എടുക്കാം. പിന്നെ കുറഞ്ഞത് ഒരു 5 എങ്കിലും വേണം കേട്ടോ ഒരു ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമ്മൾ അതിൽ ഓരോന്നായിട്ട് ഇതേപോലെ ഓരോ പീസ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കാരണം നമ്മൾ ആ ഒരു കട്ടിങ് വീഴാത്ത സ്ഥലങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഓരോ പീസും നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മളിത് വെച്ചിട്ട് 2 ഫ്ലവറാണ് ഞാൻ മേക്ക് ചെയ്തെടുക്കുന്നത്. പക്ഷേ അതിലൊരു ഫ്ലവർ മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. അതായത് ഇതിലേക്ക് നമ്മൾ ഹെയർ ക്ലിപ്പിലേക്ക് അറ്റാച്ച് ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ വീഡിയോയിൽ കാണുന്നത് പോലെ നമ്മൾ ഓരോ പെറ്റലും ഇങ്ങനെ മടക്കി കൊടുക്കുക. അതായത് ജസ്റ്റ് നമുക്ക് കൂടുതൽ ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ടൊന്നുമില്ല. ഞാൻ ഇങ്ങനെ പറയുന്ന ടൈമിൽ പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലായിരിക്കാം. പക്ഷേ വീഡിയോ കാണുമ്പം ഉറപ്പായിട്ടും ആ ഒരു ഐഡിയ കിട്ടും കേട്ടോ. ജസ്റ്റ് നമ്മളിങ്ങനെ ഒരു പെറ്റലിങ്ങനെ മടക്കിയിട്ട് അതിലേക്ക് ഇങ്ങനെ സൂചി നൂലിങ്ങനെ കുത്തിയിറക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇതിങ്ങനെ 2ആയിട്ട് മടക്കുക. അതായത് നല്ല വശത്തേക്ക് 2ആയിട്ട് മടക്കുക. അതിനുശേഷം അതിൻ്റെ ഒരു അറ്റം നടുവിൽ വരുന്ന രീതിയിൽ ഇങ്ങനെ 2 അറ്റങ്ങളും അങ്ങനെ മടക്കി കൊടുക്കുക. എന്നിട്ട് അതിങ്ങനെ ആ ഒരു സൂചിയിൽ നിന്നും നൂലിലേക്കും ഇതേപോലെ കോർത്ത് കൊടുക്കുക. നമ്മൾ മുല്ലയൊക്കെ കോർക്കുമ്പോഴാണ് കേട്ടോ, നമ്മൾ തുന്നി കൊടുക്കുകയൊന്നും വേണ്ടത്. ഈ ഒരു രീതിയിലാണ് മടക്ക് വരുന്നത്. ജസ്റ്റ് ഇങ്ങനെ ബാക്കിലേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുന്ന രീതിയിൽ മടക്കുക. അതിനുശേഷം അതിൻ്റെ അടുത്ത 2 വശങ്ങളും ഇതേപോലെ എടുത്തിട്ട് വെക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് കൂടുതലായിട്ട് കാണിക്കുന്നില്ല. അത് ഒറ്റ തവണ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണുന്ന ടൈമിൽ മനസ്സിലാവും ഇതെങ്ങനെയാണ് മടക്കുന്നത് എന്നുള്ളത് കേട്ടോ. അങ്ങനെ നമ്മൾ ഒരു ഇതിലേക്ക് 5 പെറ്റൽസ് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. ഇതുപോലെ ഞാൻ ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നതാണ്. ഡെയിലി വീഡിയോ ഇടാറുണ്ട്. എന്തായാലും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ തന്നെയായിരിക്കും. ഒരു നഷ്ടം വരില്ല കണ്ടാൽ. കാരണം യൂസ്ഫുൾ ആയിട്ടുള്ളതാണെങ്കിൽ നമുക്കൊരിക്കലും വീഡിയോ കണ്ടാൽ ഒരു നഷ്ടം വരില്ലല്ലോ. അതുകൊണ്ട് തന്നെ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഒരു ഇതിലേക്ക് 6 പെറ്റൽസാണ് നമ്മൾ കോർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതാ ലാസ്റ്റ് നമ്മൾ അതിങ്ങനെ നല്ല രീതിയിലൊന്ന് വലിച്ച് മുറുക്കെ ഒന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല രീതിയിൽ കെട്ടിയിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ഒരു നൂലില്ലേ, ആ ഒരു നൂലെടുക്കുന്ന ടൈമിൽ നമ്മുടെ ആ ഒരു ക്ലോത്തിൻ്റെ കളർ ഏതാണോ ആ ഒരു കളറിന് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത് വേറൊരു കളർ നൂലാണ്. അപ്പോൾ ഈ ഒരു കളർ തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എങ്കിലും നമുക്ക് എക്സ്ട്രാക്റ്റ് ആ ഒരു കളർ തന്നെ വേണമെന്നില്ല. എങ്കിലും ജസ്റ്റ് നമ്മൾ ഇപ്പോൾ ലൈറ്റ് കളർ ആണെങ്കിൽ ലൈറ്റ് കളർ ക്ലോത്ത് ആണെങ്കിൽ ഡാർക്ക് എടുക്കാതിരിക്കുക, ഡാർക്ക് ആണെങ്കിൽ ലൈറ്റ് എടുക്കാതിരിക്കുക. അപ്പോൾ ആ ഒരു ടൈമിൽ നല്ല രീതിയിൽ വിസിബിൾ ആകും. ഇതങ്ങനെ കാണുന്നില്ല എങ്കിലും നമുക്ക് എവിടെയെങ്കിലും ഒരു ഭാഗം കാണുന്നുണ്ടെങ്കിൽ ഒരു ബോറായിരിക്കുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ ഞാൻ നല്ല രീതിയിൽ കെട്ടിട്ട് മുറുക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് കുറച്ചും കൂടി ഒരു ഭംഗി തോന്നിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ അടുത്തുണ്ടായിരുന്ന ഒരു വൈറ്റ് കളറിൻ്റെ നമ്മുടെ സാധാരണ മാലേൻ്റെ മുത്താണ് കേട്ടോ. പൊട്ടിപ്പോൾ ഒരു മാലയാണ്. അപ്പോൾ അതിൽ നിന്നുള്ള കുറേ മുത്തും കാര്യങ്ങളൊക്കെ ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു മുത്തും കൂടി ഞാൻ അതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ അടുത്തുണ്ടായിരുന്ന പഴയൊരു ഹെയർ ക്ലിപ്പാണിത്. ആ ഒരു ഹെയർ ക്ലിപ്പിലേക്ക് സംഭവം നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് ജീൻസിൻ്റെ ആ ഒരു ടൈപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ അടിയിൽ വേറെ ഒന്നും വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അത് ജീൻസ് ആയതുകൊണ്ട് തന്നെ ഇളകി പോരൊന്നുമില്ല. ഞാൻ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒട്ടിച്ചിട്ട് മുൻപും ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു പേടി വേണ്ട. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ട്രൗസറിൻ്റെ ഒരു സംഭവം തന്നെ വേണമെന്നുണ്ട്. ഇപ്പോൾ ജീൻസിൻ്റെ പോലത്തെ ആയതുകൊണ്ട് ഇങ്ങനെ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ കിട്ടിയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. നമ്മുടെ പഴയ ഏതെങ്കിലും തുണികളോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെ ഏതെങ്കിലും കട്ടിയുള്ള തുണിയാണെങ്കിലായിരിക്കും കൂടുതൽ ഭംഗി ഉണ്ടാവുക. നമ്മുടെ ട്രൗസറിൻ്റെ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ കട്ടിയുള്ള തുണിയായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് കുറച്ചും കൂടുതൽ ഭംഗി. അപ്പോൾ ഇതായിരുന്നു ഇതിൻ്റെ ഫൈനൽ ലുക്ക്. ഇതിങ്ങനെ നമ്മുടെ തലയിലും മുടിയിലൊക്കെ ഇങ്ങനെ കുത്തിയിട്ടൊക്കെ കാണിക്കണമെന്നുണ്ട്. പക്ഷേ ഇതിങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ആരുമില്ല കേട്ടോ. ഞാൻ ഒറ്റയ്ക്ക് എടുക്കണ വീഡിയോ. ഇതുപോലെ പഴയ ട്രൗസറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സംഭവം എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ജീൻസിൻ്റെ കൂടെ ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റുമല്ലോ. നമുക്ക് ജീൻസിൻ്റെ കൂടെ കേട്ടാൽ അടിപൊളിയായിരിക്കും. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. പറ്റാ.